കഴുത്ത 3 പവന്റെ ഒരു മാല കിടന്നത് വിറ്റിട്ടാണ് അതിനെ വാങ്ങിച്ചത്. പക്ഷെ ഇപ്പൊ വിവരമില്ലാത്തവൻ വന്ന് ഇതിനെ എറിഞ്ഞു കഴിഞ്ഞ് ഒന്നങ്ങ് ചത്തുപോയി. അതിൻ്റെ ആണ് അതേ കളർ തന്നെ, ആ വെള്ളയും കറുപ്പായിട്ടുള്ള. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ ചാരുമൂടിനടുത്തുള്ള വരണീക്കൽ എന്ന സ്ഥലത്താണ്. നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു ആട് പരിപാലന രീതിയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് വെച്ചിട്ട് 40 വർഷമായിട്ട് ആട് കൃഷി, 40 അല്ല അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും വർഷമായിട്ട് ആട് കൃഷി ചെയ്യുന്ന ഒരാളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫുണ്ട് ഇവിടെ, പിന്നെ അവരുടെ വീടും കാര്യങ്ങളൊക്കെയാണ് ഇത്. ചേട്ടാ ശരിക്കും ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷമായിക്കണം ഒരു ആട് കൃഷിയിലോട്ടൊക്കെ വന്നിട്ട്? ഞങ്ങളുടെ ചെറുപ്പകാലം പോലെ ആട് കൃഷി വളർത്തി ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഈ സ്ഥലം നിങ്ങളുടെ സ്വന്തം സ്ഥലമാണോ? ഇപ്പോൾ സ്വന്തം സ്ഥലമാണ്. നിങ്ങൾ നേരത്തെ ഇവിടെ പണ്ടോട്ട് ഇവിടെ തന്നെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു. അല്ല, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം വന്ന് വാങ്ങിച്ചാ. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇത് മേടിച്ചിട്ട് ഇപ്പം 10, അതായത് 88 മേടിച്ചതാണ്. അത്രയും 10-30 വർഷം മുകളിലായല്ലേ? അന്നേരം എല്ലാം അതിന് മുമ്പ് എല്ലാം ആടുണ്ട് നിങ്ങൾക്ക്? അതിന് മുമ്പ് ആടുണ്ട്. ഇവിടെ വരുമ്പോഴും ഞങ്ങൾ 3 ആടും പശുവും അവിടെ വരുന്നത്. ഇവിടെ ഒരു 3 ആടും പശുവായിട്ട് തുടങ്ങിയതാണിത്. ഓക്കെ. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആടുണ്ട് ഇപ്പം? ഇപ്പം എനിക്ക് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 10-25 മുകളിലുണ്ട്. 27 ആടുകളുണ്ടായിരുന്നല്ലേ? 4 എണ്ണത്തിനെ കഴിഞ്ഞ എൻ്റെ അങ്ങേ മാസം ഞാൻ കൂടുതലല്ലേ? നമുക്ക് കൂടുതൽ ഏത് ഇനത്തിൽപ്പെട്ട ആടുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ജമുനാപ്യാരി ഉണ്ട്, ബീറ്റലുണ്ട്. അത് വെള്ള 2 ബീറ്റലിൻ്റെ. ഓ ശരി. ഇപ്പോൾ കൂടുതലും ഇങ്ങനെ ക്രോസ് ബ്രീഡ് ആടുകളല്ലേ? വീട്ടിലും ജമുനാപ്യാരി ക്രോസുകളാണ്. മലബാർ ക്രോസ്. അപ്പോൾ അങ്ങനെ ക്രോസ് ബ്രീഡ് ആടുകളാണ്. മലബാറി ക്രോസ് എല്ലാം ഉണ്ട്. ഓക്കെ. നമുക്ക് തുടങ്ങിയ സമയത്തൊക്കെ ഏത് ആടുകളായിരുന്നു? നിങ്ങൾ 3 ആടിനെ വെച്ച് തുടങ്ങിയതല്ലേ ആ സമയത്ത്? നാടൻ ആടിൽ വെച്ച് തുടങ്ങിയതല്ലേ? അതൊന്നും ഇല്ല, ആ ആടൊന്നും ഇല്ല. ഇപ്പോൾ ആ നാടാടുകളില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും മലബാറി അല്ലെ ക്രോസ് ബ്രീഡ് ആടുകളൊക്കെയാണ്. പിന്നെ പരിചിത ഞാൻ പിന്നെ ഇടയ്ക്ക് ഒന്ന് വടക്കേന്ത്യ പോയി. ഓ ശരി. വടക്കേന്ത്യ പോയപ്പോൾ ആ സമയത്ത് എനിക്ക് 11 ആടുണ്ടായിരുന്നു. ഈ 11 എണ്ണത്തിനെ അവള് പിന്നെ വീട്ടുകാരി തന്നെ കൊടുത്ത് കായ് മേടിച്ചു. ഓ ശരി. പിന്നെ രണ്ടാമത് വീണ്ടും മേടിച്ചത്. അങ്ങനെ മേടിക്കുക വളർത്തുക കൊടുക്കുക. പൈസക്ക് ആവശ്യം വരുമ്പോൾ കൊടുക്കുക. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഈ പെൻഷൻ ആയി കഴിഞ്ഞപ്പം മുതൽ. ചേട്ടൻ എവിടെയായിരുന്നു ജോലി? എവിടെയായിരുന്നു? ഞാൻ അമൃതയില വള്ളിക്കാവിലായിരുന്നു. അവിടെ സ്റ്റാഫായിരുന്നു. ആണല്ലേ? പേർഷ്യയിലെല്ലാം ഉണ്ടായിരുന്നല്ലേ? 2 വർഷം പേർഷ്യയിലുണ്ടായിരുന്നു. പല ജോലികൾ ചെയ്തതാണ്. പക്ഷെ അന്നേരം നമ്മൾ ഉപേക്ഷിക്കാത്ത ആട് അന്നേരം തൊട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ. ആ വെള്ള. ഓ ശരി. അതിനപ്പുറത്തേക്ക് അത് ഒരമ്മ മക്കളാണ്. അതിന്റെ പിന്നെ 2ാമത്തെ പ്രസവത്തിലെ കുട്ടികളായതല്ലേ? ഇതെല്ലാം എത്ര മാസമായ കുട്ടികളായിട്ട്? ഇതെല്ലാം അതിപ്പോ ഓരോന്ന് പെറ്റ്. ഈ വെള്ള 2. അല്ല, ഈ കുട്ടികളൊക്കെ എത്ര മാസമായതാ? ഇതിപ്പോ 3 മാസം. 3 മാസമായതല്ലേ? നമുക്ക് മുട്ടനുണ്ട് ഇവിടെ. നമ്മുടെ മുട്ടനോടെ ഇപ്പം ഉണ്ടല്ലേ? അത് ഏത് ബ്രീഡാ? അത് ഏതിനോ? നാടനല്ലേ? നാടനല്ല, അത്യാവശ്യം വലിയൊരു മുട്ടനാണ് അത് അല്ലേ? അവൻ തന്നെയാണ് ഇതല്ലേ? ഒറ്റ മുട്ടന? ഒരു മുട്ടനേ ഉള്ളോ നിൽക്കുന്നതല്ലേ? ഒരു മുട്ടനേ ഉള്ളോ കുട്ടികള്? നിൽക്കുന്നല്ലേ? ഇത് ശരി. ഓ ശരി. ഇത് ആടുകളെ ഇപ്പൊ ഫുൾ ടൈം അപ്പൊ ഈ ഒരു സ്ഥലത്താണ് ഇടുന്നത്? തൊഴുത്തുണ്ട്. അത് തൊഴുത്തല്ലേ? പലപ്പുറത്ത് കയറ്റിട്ടേക്കാണ്. ശരി ശരി. നമ്മൾ തന്നെ ചെയ്തൊരു കൂടെ അല്ലേ? ചെയ്തല്ലേ? അത് ശരി. ഇതിപ്പോ എത്ര സ്ഥലമുണ്ട് ഏട്ടാ ഇത് മൊത്തത്തില്? ഇത് 32 സെന്റ്. അപ്പം അതിനകത്താണ് നിങ്ങളെ വീടും ആടിൻ്റെ പരിപാടിയായിട്ടെല്ലാം നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ആടുകളെ ഇപ്പോൾ ആവശ്യക്കാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആടിന് ശരിക്കും ഒരു ആവശ്യമുണ്ടോ? ഇപ്പം ആവശ്യക്കാർ വരുന്നുണ്ടോ? വില പഴയ വില കിട്ടുന്നില്ല. അതെ, വാങ്ങിക്കാൻ ചിലപ്പോൾ ഭയങ്കര വിലയാണ്. നമുക്ക് വിൽക്കാൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വില കിട്ടുന്നുമില്ല. തന്നെയല്ല, ഈ ഇപ്പോൾ ഈ ഗൾഫിൽ നിന്ന് ഉള്ള ആൾക്കാർ തിരിച്ചു പോകാതെ വന്നപ്പം ഒത്തിരി ആൾക്കാർ ആട് കൃഷി അങ്ങോട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് ആട് പിന്നെ വെളിരാജ്യത്ത് കിടന്ന ആടിനെ എല്ലാം ഇവിടെ കൊണ്ടുവന്നു. വളർത്താൻ തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ കണ്ടവാനം പെരുകി. അപ്പോൾ ആടിനിടും ഇവര് കൊടുത്തുവെച്ച് തിരിച്ച് ഒരു ഗൾഫിൽ പോകുന്ന ആ സമയം ഒരാടിനെ റിട്ടേൺ കച്ചവടത്തിന് വേണ്ടി ഒരാടിനെ 30 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ 30 എന്നുള്ളത് ഒരു കൊടുക്കുന്ന 10 രൂപയ്ക്കാണ് ഒഴിവാക്കി കളയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് നഷ്ടത്തിന് ഒരുപാട് ഇതായി പോയി. ഞാൻ പിന്നെ പരിപാടി അങ്ങ് നിർത്തി. അപ്പോൾ അതായത് സ്ഥിരമായിട്ട് ആട് കൃഷി ചെയ്യുന്നവർക്ക് അപ്പം നഷ്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
അതിപ്പോ അത് ചനയായിട്ട് നിൽപ്പുണ്ടല്ലേ. ഇവിടെ ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന കൂടുതലും കുട്ടികളെ നിങ്ങൾ കുട്ടികളായിട്ട് കൊടുക്കുകയാണോ അതോ ചനപ്പുറത്ത് കൊടുക്കുകയാണോ ആവശ്യം വരുമ്പോൾ ചെയ്യുന്നത്? അതിപ്പോ ചനയില്ല, അപ്പൊ മൂന്നെണ്ണത്തിന് ഞാൻ കൊടുത്തേക്കാം. ചനപ്പുറത്ത് കൊടുക്കുക അല്ല, പെറ്റിരിക്കും അതിന്റെ കുട്ടികൾ. അതാണ്ട് തള്ളയും കുട്ടികളെ എല്ലാം കൊടുക്കുക. കുട്ടിയെ കൊടുക്കുന്നില്ല. വലുത് 3 പേരെ കൊടുക്കുക, വെള്ളയും ചുവപ്പ്. ഓ ശരി. ചേട്ടൻ ഇവിടെ ഈ എന്തോ തീറ്റയൊക്കെ ഇതിനെ കൊടുക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാൽ പുളിവാക, പിന്നെ കൊന്നയുണ്ട് ഇപ്പൊ കൊണ്ടുവന്നത്. കണ്ടത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് കേടും തിന്നോളൂ. അഴിച്ചു വിടാറുണ്ടോ? അഴിച്ചു വിടുക, ഞാൻ കൂടെ അവിടെ പോയി ഇരിക്കും. ഓ ശരി. അഴിച്ചു വിട്ട് വൈകുന്നേരം കയറ്റുന്ന സമയത്ത് ഇവിടെ വന്ന് കെട്ടുമല്ലേ? അഴിച്ചു ഇവിടെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വെള്ളം കൊടുക്കും. അടിയും വെള്ളമൊക്കെ കൊടുത്ത് തീറ്റ കെട്ടി കൊടുക്കും. ഇവിടെ തന്നെ തീറ്റയല്ല, അകത്ത് തീറ്റയൊന്നുമില്ല ഇപ്പൊ. അപ്പോൾ എന്തെങ്കിലും ഇതിപ്പോൾ കൂടുതലും നാടനും മറ്റേ മലബാറി എല്ലാം ക്രോസ്, അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? അത് നാക്കടക്കാർ പ്രാണിയല്ല, എന്തെങ്കിലുമൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവും. വേനക്കേട് വരും, പിന്നെ നിൽക്കുന്ന വീട്ടിൽ തന്നെ. ഓ ശരി. എല്ലാ മരുന്നും മേടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കി പോവും, അവരോട് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കും, അത് കൊണ്ടുവന്ന് കൊടുക്കും. ഒക്കെയാണ്. ഓ ശരി. ഇത്രയും ആടുകളാണ് നിലവിലുള്ളത് നമുക്ക്. 19 നമുക്കിപ്പോൾ കുറച്ച് വലിയ ആടുകൾ നമുക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ ചേട്ടൻ അപ്പോൾ മൊത്തത്തിൽ ഒരു പരിപാടി 8 പേരെ ഇപ്പോൾ കൊടുക്കണം എന്നുള്ള പ്ലാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ എണ്ണം ഒന്ന് കുറയ്ക്കുക അല്ലേ? അത് വെച്ചുകൊണ്ട് പോയി നമുക്ക് തീറ്റ ചിലവ് കൂടുന്നതല്ലാതെ. ഞാൻ എങ്ങോട്ടെങ്കിലും എനിക്കൊന്ന് ഇറങ്ങി ജോലി വേറെ ഉണ്ടെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ 10 പൈസ കാണും. അതെ, ഇത് കിട്ടുന്ന ഇതിനകത്ത് തന്നെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ, പിണ്ണാക്ക് ഒരാൾക്ക് പിണ്ണാക്കും ഒരാൾക്ക് ഗോതമ്പ് പൊടി എടുത്തതാ. ഇപ്പൊ ഇന്ന് 11 ദിവസമായി. അത് നാളത്തെ കൂടെ കാണും. ഇപ്പൊ വീണ്ടും പോയി എടുക്കണം, പട്ടിണി നിൽക്കാൻ പറ്റൂല. നമുക്ക് തീറ്റ ചെയ്യണ ദൂര സ്ഥലത്തൊക്കെ പോയി എടുത്തോണ്ട് വരുന്നല്ലേ? കായംകുളത്ത് ഒത്തിരി ദൂരം പോയി എടുത്തോണ്ട് വരാറുണ്ട്. ഇവിടെ എന്ത് കേട്ടോ പുൽകൃഷിയൊന്നും ഇല്ലല്ലോ. റബ്ബറിനിടയ്ക്ക് എന്തോ ചൂടല്ല അല്ലേ? അതിനകത്തോട്ട് ഈ പിന്നെ റബ്ബറിന്റെ തണലിൽ നിന്ന് പയറില്ലയോ, ആ പയറിന്റെ മണ്ട ഈ കുഞ്ഞുങ്ങൾ പോയി കടിച്ച്. അവന് വിവരമില്ലാത്ത വേറെ ചിറ്റപ്പനാ, വിവരമില്ലാത്തവൻ വന്ന് ഇതിനെ എറിഞ്ഞു കഴിഞ്ഞ് ഒന്നങ്ങ് ചത്തുപോയി. അതിന്റെ ആണ് അതേ കളർ തന്നെ, ആ വെള്ളയും കറുപ്പായിട്ടുള്ള. ഓ ശരി. അവരുടെ പറമ്പിൽ കയറി വയറ് കഴിച്ചാനല്ലേ? അതിന്റെ പൂവാ തിന്നുന്നത്, വേറെ ഒന്നുമല്ല. ഇല പോലും കഴിച്ചില്ല. പൊടിക്കല്ല് എടുത്തെറിഞ്ഞ് വീണ ചത്തുപോയത്. ഓ ശരി. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആടിനെ ഒന്നും പറയാനില്ല, എങ്ങോട്ട് പോകുന്നത് പറയാൻ പറ്റത്തില്ല. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അഴിച്ചു വിടത്തില്ല. അഴിച്ചു വിട്ടാലും ചേട്ടൻ പോയി കൂടെ കുത്തിരിക്കുക. അല്ല, കണ്ടത്തിൽ കൊണ്ടുപോകണം, ഞാൻ കൂടെ പോകും. അവിടെ പട്ടി വരാതിരിക്കാൻ കൂടെ പോയിരുന്നു. അവിടെ അവരെ വേറെ തരച്ചാ കൊണ്ടുവരുന്നത്. കുട്ടികളെ എല്ലാം കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ ഏതെങ്കിലും കൊടുക്കുന്നുണ്ടോ? കുട്ടികൾ ആൺകുട്ടികളുണ്ട്. ആണാടിനെ കൊടുക്കല്ലേ? ഒന്നത് അതിനൊക്കെ കൊടുക്കും. ഇതല്ലേ ഇവരെ കൊടുക്കുക. ഇതൊക്കെ 3 ദിവസം കഴിഞ്ഞല്ലേ? 3 ദിവസം കഴിഞ്ഞതല്ലേ കിടക്കുന്നല്ലേ? ഓ ശരി. ചേച്ചി ആ ചേട്ടൻ്റെ കൂടെ ഇതിനെ സഹായിക്കാറുണ്ടോ അതോ വീട്ടു ജോലി മാത്രമായിട്ട്? അതിന്റെ കൂടെ പോകും, പോയി അവിടെ ഇരിക്കാൻ പറയുമ്പോ ഇരിക്കും. കഷ്ടപ്പാടുണ്ടോ ആടുള്ളതല്ലേ? ഓ കഷ്ടപ്പെട്ടാലല്ലേ, എന്നിട്ട് ഒക്കുന്നില്ല. ശരിക്കും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഈ മൊത്തത്തിൽ ഒത്തിരി കർഷകർ വന്നുകൊണ്ടും മൊത്തത്തിൽ മടുപ്പാണ്, വില കുറവാണ്. അല്ല നമ്മൾ കൊടുക്കാൻ ഇറങ്ങുമ്പോ അല്ലേ? കൊടുക്കാൻ ഇറങ്ങുമ്പോ നമുക്ക് വില കിട്ടുന്നില്ല. ഇപ്പൊ നമ്മള് പോയി ഇവിടെ മോനോട് പറയാൻ കഴുത്ത 3 പവന്റെ ഒരു മാല കിടന്നത് വിറ്റിട്ടാണ് അതിനെ വാങ്ങിച്ചത്. പക്ഷെ ഇപ്പൊ അത് കൊടുക്കേണ്ട അവസ്ഥയായി. കരുനാപ്പള്ളിന്ന് 42 രൂപയ്ക്ക് മേടിച്ചതിന് അവര് പറഞ്ഞത് 20 രൂപ. അതെ.